സോമാലി ലാൻഡ് എന്ന രാജ്യത്തെ ഇസ്രായേൽ അംഗീകരിച്ചു. അഥവാ ലോകത്താദ്യമായിട്ടാണ് സോമാലി ലാൻഡിനെ ഒരു രാജ്യം അംഗീകരിക്കുന്നത്. ഇതിലും രാഷ്ട്രീയമായിരിക്കുന്ന തന്ത്രങ്ങളും കുരുട്ടുബുദ്ധികളും ഇസ്രായേലിൻ്റെ കൈവശത്തിലുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. ഇറാനെ ഒതുക്കുക എന്നുള്ളതും ഇറാനെ നിയന്ത്രിക്കുക എന്നുള്ളതും ഇറാൻ്റെ ആകാശ നിരീക്ഷണം നടത്തിക്കൊണ്ട് അവരുടെ സൈനിക സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ അറിയുക എന്നുള്ളതുമാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ അറബ് രാജ്യങ്ങളും അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഇതിനെ ശക്തമായിട്ട് എതിർക്കുന്നു. സോമാലി ലാൻഡ് എന്ന് പറയുന്നത്, സോമാലി ലാൻഡിന് ചെങ്കടലുമായിട്ട് ബന്ധമുണ്ട്. ഗൾഫ് ഓഫ് ഏദൻ, ബാബുൽ മന്ദബ് എന്നീ കടൽ ഭാഗങ്ങളുടെ അതിർത്തി പങ്കിടുക എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ താല്പര്യം. അതിർത്തി പങ്കിടുന്ന പ്രദേശമാണ് സോമാലി ലാൻഡ് എന്ന് പറയുന്നത്. എന്താണ് ഈ സോമാലി ലാൻഡുമായിട്ട് ബന്ധപ്പെട്ട വിഷയം? അങ്ങനെ ഒരു രാജ്യം ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലെങ്കിൽ കേൾക്കണം. അങ്ങനെ ഒരു രാജ്യമുണ്ട്. അത് സോമാലിയ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഭാഗം അടർത്തി എടുത്തിട്ടുണ്ടായതാണ്. ഏകദേശം നല്ല വിസ്തൃതം ഭൂപ്രദേശമുണ്ട്. അവിടെ ഒരു ഗവൺമെൻറ് സംവിധാനങ്ങളുണ്ട്. പക്ഷേ ലോകം അത് അംഗീകരിച്ചിട്ടില്ല. ഗസയെ പോലെ തന്നെയാണ്. ഗസ പറയുന്ന സമയത്ത് ഫലസ്തീനാണ്, പക്ഷേ ലോകം അംഗീകരിച്ചിട്ടില്ല എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. നമുക്ക് നോക്കാം അതിൻ്റെ ഒരു കൃത്യമായിരിക്കുന്ന രൂപകാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്, ഇതിൻ്റെ രാഷ്ട്രീയ പിന്നാമ്പുറം, ഇസ്രായേൽ കളിക്കാൻ കാര്യം എന്താണ്, 100% മുസ്ലിങ്ങളുടെ രാജ്യത്ത് ഇസ്രായേലിന് അവിടെ എന്ത് താല്പര്യം എന്നൊക്കെ നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. അറബ് രാജ്യങ്ങളുടെ വൻ എതിർപ്പോടുകൂടി സോമാലി ലാൻഡിന് ഇസ്രായേൽ അംഗീകാരം നൽകാൻ പോവുകയാണ്. റിപ്പബ്ലിക് ഓഫ് സോമാലി ലാൻഡ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. സ്വതന്ത്ര രാജ്യമായി അംഗീകരിച്ച ഏക രാജ്യം ഇപ്പോൾ നിലവിൽ ഇസ്രായേൽ മാത്രമാണ്. മറ്റൊരു ലോകരാജ്യമൊന്നും അംഗീകരിച്ചിട്ടില്ല. 1991 റിപ്പബ്ലിക്കായി സ്വയം പ്രഖ്യാപിച്ചു ഈ സോമാലി ലാൻഡ്. ബ്രിട്ടൻ്റെ കീഴിലായിരുന്നു അതുവരെ ഉണ്ടായിരുന്നത്. സ്വന്തമായി സർക്കാർ, പോലീസ്, ആയുധ സംവിധാനങ്ങൾ, കറൻസി, കോടതി സംവിധാന കാര്യങ്ങളൊക്കെ ഒരു രാജ്യത്തൊക്കെ എന്തൊക്കെ വേണോ അതെല്ലാം ഈ രാജ്യത്തുണ്ട് എന്ന് ചുരുക്കം. സോമാലിയയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ തെക്ക് കിഴക്ക് ഭാഗം നോക്കുന്ന സമയത്ത് തെക്ക് എത്യോപ്യ വരുന്നു, കിഴക്ക് സോമാലിയ വരുന്നു, വടക്ക് കിഴക്ക് ഗൾഫ് ഓഫ് ഒമാൻ വരുന്നു, പിന്നീട് ഒരു ചെറിയൊരു ഭാഗം ജിബൂട്ടിയുടെ ഭാഗമായിട്ടും വരുന്നു. 91 സോമാലിയയിൽ കേന്ദ്ര സർക്കാർ, അവിടുത്തെ സർക്കാർ തകർന്നതോടുകൂടി പിന്നീട് സോമാലി ലാൻഡ് സ്വയം രാജ്യമായിട്ട് പ്രഖ്യാപിച്ചു. എന്നാൽ സോമാലിയ ഇത് തങ്ങളുടെ ഭൂപ്രദേശമാണ് എന്ന് പറയുന്നു. പക്ഷെ പറഞ്ഞുകൊണ്ട് അവിടെ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടോ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആരോഗ്യം യഥാർത്ഥത്തിൽ സോമാലിക്കില്ല. അവിടെ ആഭ്യന്തര വിഷയങ്ങളും പ്രശ്നങ്ങളും ഉള്ളതുകൊണ്ട് ഈ ഭൂപ്രദേശത്തെ അങ്ങനെ തന്നെ വിടുകയാണ്. ഏറ്റുമുട്ടുകയാണെങ്കിൽ സോമാലി ലാൻഡിൻ്റെ മുൻപിൽ അടിയറു പറയേണ്ട ഒരു സ്ഥിതി സോമാലിയക്ക് വരും എന്ന് ഭയപ്പെട്ടുകൊണ്ട് അവിടെ ഇത് ചെയ്യാറുമില്ല. UN അടക്കം അംഗീകരിച്ചിട്ടില്ല രാജ്യമായിട്ട് എന്നൊരു പ്രത്യേകത ഇതിനുണ്ട്. പ്രസിഡന്റ്, പാർലമെൻറ്റ്, ഭരണഘടന, പോലീസ് സംവിധാനങ്ങൾ ഇതെല്ലാം ഉള്ള ഒരു രാജ്യമാണ്. 40 മുതൽ 50 ലക്ഷം ജനങ്ങൾ അവിടെ വസിക്കുന്നു. ഭാഷ സോമാലിയാണ്. ഔദ്യോഗിക ഭാഷ അറബിയാണ്. മതം ഇസ്ലാം, സുന്നിയാണ്. 100% സുന്നികൾ ഉള്ള രാജ്യമാണ് എന്ന് ചുരുക്കം. സമ്പൽ വ്യവസ്ഥ, അവർക്ക് ഏറ്റവും കൂടുതൽ മൃഗസംരക്ഷണം, കാർഷിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ട കയറ്റുമതി ഇറക്കുമതി സംവിധാന കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒട്ടകം, ആട്, പശു, കാർഷിക മേഖല അതൊക്കെ വളരെ സജീവമായിട്ടുള്ള ഒരു രാജ്യമാണ് എന്ന് ചുരുക്കം. എത്യോപ്യ, UAE, UK ഈ രാജ്യങ്ങളുമായിട്ട് വ്യാപാര ബന്ധങ്ങളുണ്ട്. സോമാലിയ പറയുന്നത് അവരുടെ ഭാഗമാണ്. എന്നാൽ വ്യാപാര ബന്ധവുമായിട്ട് ബന്ധപ്പെട്ട് തടയണമെന്ന് പല ഘട്ടങ്ങളിൽ സോമാലിയ പറഞ്ഞിട്ടുണ്ടെങ്കിലും സോമാലി ലാൻഡിനെ അങ്ങനെ തടയാൻ വേണ്ടിയിട്ട് എത്യോപ്യ, UAE, UK ഒന്നും തയ്യാറായിട്ടില്ല. 30 വർഷമായി തങ്ങൾ സ്വയംഭരണത്തിലാണ് എന്ന് സോമാലിലാൻഡ് അവകാശപ്പെടുന്നു. എയർപോർട്ട് ബർബറ എയർപോർട്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട എയർപോർട്ട്. പിന്നെ ഹാർഗൈസ എന്ന് പറയുന്ന ഒരു എയർപോർട്ട് അവിടെ ഉണ്ട്. ചരക്ക് കപ്പൽ ബാർബറ തുറമുഖത്ത് നിന്ന് UAE ലക്ഷ്യമാക്കിയിട്ട്, UK ലക്ഷ്യമാക്കിയിട്ട്, എത്യോപ്യ ലക്ഷ്യമാക്കിയിട്ട് പോകാറുണ്ട്. എന്നാൽ അവർക്ക് ഈ യാത്രാ കപ്പലുകൾ അവിടെ അനുവദിച്ചിട്ടില്ല, ഇപ്പം നിലവിലില്ല. ഇന്ത്യക്കാർ അവിടെ ജോലി ചെയ്യുന്നു. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇന്ത്യ രാജ്യമായിട്ട് അംഗീകരിച്ചിട്ടില്ല, പക്ഷേ ഇന്ത്യക്കാർ അവിടെ ജോലി ചെയ്യുന്നു. ഇന്ത്യക്കാർ UAE, എത്യോപ്യ വഴി ഇവിടെ എത്തുന്നു. എംബസി ഇല്ല. എത്യോപ്യൻ എംബസിയാണ് ഇതിനെ ഇന്ത്യക്കാരെ ആശ്രയിക്കുന്നത് എന്ന് ചുരുക്കം. ചെങ്കടൽ, ഗൾഫ് ഓഫ് ഒമാൻ, ഏദന്, ബാബൽ മന്ദബ് എന്നീ കടലിൻ്റെ ഭാഗങ്ങൾ അതിർത്തി പങ്കിടുന്നുണ്ട്. സോമാലി ലാൻഡിൽ നിന്ന് ഇസ്രായേലിലേക്ക് 2300 കിലോമീറ്റർ ദൂരപരിധിയുണ്ട്. അപ്പോൾ പ്രസിഡന്റ് മ്യൂസെ ബിഫി അബ്ദി അദ്ദേഹമാണ് ഈ ഇസ്രായേലിൻ്റെ അംഗീകാരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൻ്റെ ഒരു വിവരണം പുറത്തുവിട്ടത്. അങ്ങനെ രാജ്യം തങ്ങൾ അംഗീകരിക്കുന്നുണ്ട് എന്ന് ഇസ്രായേലിൻ്റെ പേര് പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. പ്രധാനമന്ത്രി അവിടെയില്ല, പ്രസിഡൻഷ്യൽ സംവിധാനമാണ്.
ഗൾഫ് ഓഫ് ഏദനിലെ അതിർത്തി പങ്കിടുന്നതിൻ്റെ ഒരു ഭാഗം അറബിക്കടലിൻ്റെ ഭാഗവുമാണ്. അപ്പോൾ ഇവിടുത്തെ ഇനിയുള്ള വിഷയം എന്ന് പറയുന്നത് ഇതൊക്കെയാണ് ഈ സോമാലി ലാൻഡിൻ്റെ ഔദ്യോഗികപരമായിരിക്കുന്ന രീതി കാര്യങ്ങളൊക്കെ. ഭൂമിശാസ്ത്രം നമ്മൾ പറഞ്ഞു, ചരിത്രം പറഞ്ഞു, പിന്നെ ജനസംഖ്യാനുപാതികമായിട്ടും സാമ്പത്തികമായിട്ട് ബന്ധപ്പെട്ടും ഒക്കെ പറഞ്ഞു. ലോകം അംഗീകരിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരു രാജ്യം ഉണ്ടായിരിക്കുക, അവിടെ ആഭ്യന്തര വിഷയങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായ സമയത്ത് ഒരു പ്രദേശം മാറി നിന്നുകൊണ്ട് തങ്ങൾ സ്വതന്ത്രമായിരിക്കുന്ന രാജ്യമായിട്ട് പ്രഖ്യാപിച്ചു. പിന്നെ കറൻസി ഉണ്ടാക്കി, സൈനികരുണ്ടാക്കി, സംവിധാനം ഉണ്ടാക്കി അവർ ഭരിക്കുന്നു. അവർ അംഗീകാര കാര്യങ്ങളൊന്നും ലോകം കൊടുത്തിട്ടില്ല. UN അംഗീകാരം നൽകാത്തത് കൊണ്ടാണ് മറ്റ് ലോക രാജ്യങ്ങൾ അംഗീകാരം നൽകാത്തത്. അംഗീകാരത്തിന് വേണ്ടി പല രീതിയിലുള്ള അപേക്ഷകൾ നൽകിയിട്ടുണ്ടെങ്കിൽ UN അത് സ്വീകരിച്ചിട്ടില്ല. ഇപ്പോഴത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എവിടെയും ഒരു നിലനിൽപ്പില്ലാത്ത ഒരു പ്രത്യേക സാഹചര്യമാണ്. ആ രാജ്യത്തിന് നേരെ അതിശക്തമായിരിക്കുന്ന ഒരു യുദ്ധം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് ഇസ്രായേലിൻ്റെ ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റ് വിലയിരുത്തുന്നുണ്ട്, മൊസാദ് വിലയിരുത്തുന്നുണ്ട്, അമേരിക്കയുടെ ഇൻ്റലിജൻസ് വിലയിരുത്തുന്നു. എങ്ങനെ ഏത് രൂപത്തിൽ എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. ലക്ഷ്യം, അതായത് ഇറാൻ വളരെ എളുപ്പത്തിൽ കീഴടക്കാൻ വേണ്ടി സാധിക്കും എന്ന് ഇസ്രായേലും അമേരിക്കയും കണക്ക് കൂട്ടിയത് മണ്ടത്തരമായി പോയി. അതല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ അവരുടെ ശക്തി മനസ്സിലാക്കാൻ സാധിക്കാത്തതിൻ്റെ നീരസം ഇപ്പോൾ രണ്ട് രാജ്യങ്ങൾക്കും ഉണ്ട്. വളരെ എളുപ്പത്തിൽ കീഴടക്കിക്കൊണ്ട് അവരുടെ ഭരണമാറ്റം ഉണ്ടാക്കിയിട്ട് ഏകദേശം ലെബനാനിന് തുല്യമായ രീതിയിൽ ഇറാന് മാറ്റുക എന്നൊക്കെയായിരുന്നു ഉദ്ദേശം. അത് നടപ്പിലായിട്ടില്ല എന്ന് മാത്രമല്ല, അവർക്ക് ഏറ്റവും പ്രയാസമായിരിക്കുന്ന ഒരു സാഹചര്യം വന്നത് ഇറാൻ്റെ സൈനികമായിരിക്കുന്ന ബലവും ശക്തിയും പ്രയോഗിക്കാൻ ഇസ്രായേലിൻ്റെ ആക്രമണം വഴിവെച്ചു എന്നുള്ളത് വലിയ രീതിയിലുള്ള നിരാശ ഉണ്ടാക്കിയ കാര്യമാണ്. അതാണ് ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് നിലനിൽക്കുന്നത്. ഇറാൻ ഏറെക്കുറെ ഇങ്ങനെയൊക്കെ മിസൈലുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, ശക്തിയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നിർത്താൻ വേണ്ടിയിട്ട് അമേരിക്കയ്ക്ക് സാധിച്ചു. തങ്ങളുടെ ഉപരോധത്തിന് കീഴടങ്ങുന്ന രാജ്യമാണ്, തങ്ങൾക്ക് എളുപ്പം അത് കീഴടക്കാൻ വേണ്ടി സാധിക്കും എന്നൊക്കെ പറഞ്ഞ് നിർത്തിയെടുത്ത് അമേരിക്കയുടെ സൈനിക ക്യാമ്പിന് നേരെ, അവരുടെ സൈനിക ലക്ഷ്യത്തിന് നേരെ ഇറാൻ ആക്രമണം നടത്തി എന്ന് പറഞ്ഞതോടുകൂടി അമേരിക്ക പോലും ഞെട്ടിപ്പോയി. ഇപ്പോൾ അവരിൽ നിന്നാണ് ഇസ്രായേലിനെതിരെ ആക്രമണം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ അവരുടെ ബുദ്ധി പ്രയോഗിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ നിരന്തരം ആക്രമിച്ചു കൊണ്ടേയിരിക്കുന്നത്. മറ്റു ലോകത്തുള്ള ഒരു രാജ്യത്തിനും ഇത്ര ശക്തമായ രീതിയിൽ ഇസ്രായേലിനെ ആക്രമിക്കാൻ വേണ്ടി സാധിക്കില്ല. അതുകൊണ്ട് അവർക്കൊരു നിയന്ത്രണം ഏർപ്പെടുത്തുക എന്നുള്ളതിന് എല്ലാവിധ തന്ത്രങ്ങളും ഇസ്രായേലും അമേരിക്കയും ആലോചിച്ചിട്ടും നടക്കുന്നില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ കയ്യിൽ ആയുധങ്ങളുണ്ട്, അത് പ്രയോഗിക്കാൻ തന്ത്രശാലികളായിരിക്കുന്ന ഈ സൈനികരുമുണ്ട്. ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ടത്. മാത്രമല്ല സംഘടിതമായിരിക്കുന്ന ഒരു സംവിധാനമാണ്. സദ്ദാം ഹുസൈൻ്റെ ആ യുദ്ധകാലത്ത് സദ്ദാമിൻ്റെ സൈനികരെ രണ്ട് വിഭാഗമാക്കി ചെതറിക്കാൻ വേണ്ടി അമേരിക്കയ്ക്ക് സാധിച്ചു. ഭരണം അട്ടിമറിഞ്ഞതോടെ ബസറ വീണു. ബാഗ്ദാദിലേക്ക് റൂട്ട് മാർച്ച് നടത്തുന്നതോടനുബന്ധിച്ച് അവിടെ വലിയ സൈനിക മാറ്റങ്ങളുണ്ട്. സൈനിക കമാൻഡർമാർ കാലുമാറി, പിന്നെ അവിടെ മന്ത്രിമാർ കാലുമാറി, അങ്ങനത്തെ ഒരുപാട് വിഷയങ്ങളുണ്ട്. അവർക്കൊക്കെ അമേരിക്കയിൽ അഭയം നൽകിയതൊക്കെയാണ് പറഞ്ഞത്, പാരച്യൂട്ടിൽ ഇറക്കിക്കൊണ്ട് രക്ഷപ്പെടുത്തി കൊണ്ടുപോയി എന്നൊക്കെ അന്നത്തെ റിപ്പോർട്ടിലൊക്കെ കാണാൻ വേണ്ടി സാധിച്ചിരുന്നു. ആ രീതിയിലേക്ക് അങ്ങനെ ചെയ്യാൻ വേണ്ടി സാധിച്ചു. അങ്ങനത്തെ ഒരു പ്രയോഗങ്ങളും ഇറാനിൽ നടക്കുന്നില്ല. കൃത്യമായിരിക്കുന്ന ശക്തമായിരിക്കുന്ന ഒരു സംഘടിത ബലമുള്ള ഒരു രാജ്യമാണ്. അപ്പോൾ ഇവരെ ഒതുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ രഹസ്യ കാര്യങ്ങൾ പകർത്തിയെടുക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറയപ്പെട്ട സോമാലി ലാൻഡിന് രാജ്യ അംഗീകാരം നൽകുന്ന സമയത്ത് എന്താ അതിൻ്റെ ഗുണം? അവിടെ നയതന്ത്രങ്ങൾ വരും, നയതന്ത്ര ബന്ധങ്ങളുണ്ടാവും, എംബസിയും കോൺസുലേറ്റും വരും. അപ്പോൾ ഇസ്രായേലിൻ്റെ ഒരു സംഘം സ്ഥിരമായ രീതിയിൽ സോമാലി ലാൻഡിലുണ്ടാവും. ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് ആ സൈനികപരമായ രീതിയിൽ വലിയ ശക്തിയും ബലവും ഇല്ലാത്ത ആ രാജ്യത്തിൻ്റെ ആഭ്യന്തര വിഷയത്തിൽ ഇടപെട്ട് അവർക്ക് പ്രത്യേകപരമായിരിക്കുന്ന ഒരു കോളനിയോ ഏരിയകളോ അതല്ലെങ്കിൽ ഭൂപ്രദേശങ്ങളോ ഉണ്ടാക്കാൻ വേണ്ടി, അതായത് എയർപോർട്ടൊക്കെ ഈ യുദ്ധം ചെയ്താൽ സാധാരണഗതിയിൽ ആ യുദ്ധത്തിൽ വിജയിക്കുന്ന രാജ്യം രാജ്യത്തിൻ്റെ തോൽപ്പിക്കുന്ന രാജ്യത്തിൻ്റെ പ്രധാനമായിരിക്കുന്ന ഭൂപ്രദേശത്തിന് നിയന്ത്രണം ഏറ്റെടുക്കും. എന്നിട്ട് അവർ എയർബേസുകൾ ഉണ്ടാക്കും, യുദ്ധ സംവിധാനങ്ങൾ ഉണ്ടാക്കും. അത് സാധാരണ ചെയ്യാറുള്ളതാണ്. രണ്ടാം ലോക യുദ്ധത്തിൽ അമേരിക്കയുമായിട്ടുള്ള ആ യുദ്ധത്തിൽ ജപ്പാൻ കീഴടങ്ങിയതോടുകൂടി, അല്ലെങ്കിൽ ജപ്പാൻ പരാജയപ്പെട്ടതോടുകൂടി പിന്നെ നടന്നിരിക്കുന്ന സംഭവം എന്താണ്? ജപ്പാനിലെ പ്രധാനമായിരിക്കുന്ന പ്രദേശങ്ങൾ 120 കിലോമീറ്റർ എന്നൊക്കെ പറയുന്ന ആ ചുറ്റളവുള്ള പ്രദേശം അമേരിക്ക കീഴടക്കി പിടിച്ചടക്കി. ഇപ്പോൾ അമേരിക്കയുടെ കയ്യിലാണ്. ഇറാനെ അമേരിക്ക ആക്രമിച്ചത് ഈ പറയപ്പെട്ട ജപ്പാനിലെ അമേരിക്കയുടെ നിയന്ത്രണത്തിലുള്ള എയർപോർട്ടിൽ വെച്ചിട്ടാണ്. ആ പ്രദേശത്തേക്ക് ആ രാജ്യത്തുള്ള ഒരാൾക്ക് പ്രവേശനമില്ല. അതാണ് അതിൻ്റെ സംവിധാന കാര്യങ്ങൾ ഉണ്ടാവാറുള്ളത്. അപ്പോൾ അതാണ് ഇറാൻ പറഞ്ഞത്, അറബ് രാജ്യങ്ങളോട് പറഞ്ഞത്, നിങ്ങളുടെ രാജ്യത്തുള്ള അമേരിക്കയുടെ സൈനിക ബേസിൽ നിങ്ങൾക്ക് നിയന്ത്രണം വേണം, അവിടെ വരുന്ന വിമാനം പോകുന്ന വിമാനം നിരീക്ഷിക്കാനുള്ള സംവിധാന കാര്യങ്ങൾ ഉണ്ടാവണം എന്നുള്ളത്
ഇറാൻ്റെ പ്രസിഡന്റാണ് ഇബ്രാഹിം റൈസി ജിദ്ദ ഉച്ചകോടിയിൽ വെച്ച് പറഞ്ഞ കാര്യമാണ്. അപ്പോൾ അത് പറയാനുള്ള കാരണം എന്താണ്? ആ ഭാഗത്തേക്ക് ആ രാജ്യത്തിന് പോലും നിയന്ത്രണമില്ലാത്തൊരു സ്ഥിതി. ഖത്തറിനെ ആക്രമിച്ചു. ഇപ്പോൾ വരുന്ന വിവരെന്താണ്? ഖത്തറിൽ നിന്ന് തന്നെയാണ് ഖത്തറിനെ ആക്രമിച്ചത് എന്നുള്ളതാണ്. ഖത്തറിലെ അമേരിക്കയുടെ എയർബേസിൽ നിന്ന് ഖത്തറിനെ തന്നെ ആക്രമിച്ചു എന്നുള്ളിടത്തേക്ക് എത്തി. അത് ഇറാൻ പറഞ്ഞിടത്ത് കാര്യമായിട്ടുണ്ട് എന്ന് ചുരുക്കുക. അപ്പോൾ ഇസ്രായേലിൻ്റെ പരമാവധി രഹസ്യ കാര്യങ്ങളൊക്കെ ഇറാൻ ചോർത്തിയിട്ടുണ്ട്, ഇപ്പോഴും ചോർത്തിക്കൊണ്ടിരിക്കുന്നു. പല തന്ത്രപ്രധാനമായിരിക്കുന്ന രേഖകൾ പോലും ഇറാൻ്റെ കൈവശത്തിലുണ്ട്. എന്നാൽ ഇറാൻ്റെ സായുധ സംബന്ധമായിരിക്കുന്ന ഒരു കാര്യം ചോർത്താൻ വേണ്ടിയിട്ട് ഇസ്രായേലിന് സാധിച്ചിട്ടില്ല. അതിൻ്റെ ഒരു നീരസം മാറ്റുകയും ആ കാര്യങ്ങൾ ഒപ്പിയെടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സോമാലി ലാൻഡ് എന്ന് പറയുന്ന രാജ്യത്തെ അംഗീകരിക്കുന്നതോട് കൂടിയിട്ട് ഇസ്രായേലിന് ഉണ്ടാവാൻ പോകുന്ന അല്ലെ കൈവരിക്കാൻ വേണ്ടിയിട്ട് സാധ്യത പറയുന്നത്. അറബ് രാജ്യങ്ങൾ ഇതിനെ ശക്തമായിട്ട് എതിർത്തിട്ടുണ്ട്. UN അംഗീകാരം കൊടുക്കാത്ത ഒരു രാജ്യത്തിന് ഇസ്രായേൽ എങ്ങനെയാണ് അംഗീകാരം കൊടുക്കുക? അത് ഇവിടെ അനുവദിക്കാൻ വേണ്ടി പറ്റില്ല എന്ന് പറഞ്ഞ് ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ആ എതിർപ്പിനെ മറികടക്കാൻ വേണ്ടി ഇസ്രായേലിന് സാധിക്കുമോ എന്നുള്ളതാണ് ലോകം ഉറ്റുനോക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരു നിരീക്ഷണ സംവിധാനം അല്ലെങ്കിൽ സോമാലിലാൻഡ് പ്രധാനമായിരിക്കുന്ന ഏരിയകൾക്ക് ഈ ഇസ്രായേൽ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തുന്ന രീതിയിലേക്ക് ഭാവിയിൽ വരാൻ സാധ്യതയുണ്ട് എന്നുകൂടി ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുകയാണ്.